കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്. അതിൻ്റെ ഡ്രൈവറിന് വല്ലാത്തൊരു വെപ്രാളുണ്ട്. ക്രിസ്ത്യാനിറ്റി പരമായിട്ടുള്ള ഓഡിയോസാണ് അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡാഷ്ബോർഡിലായിട്ടൊരു ടാലിസ്മാൻ പതിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ചുറ്റിനും ചെകുത്താനുണ്ടെന്ന് അയാൾ വിശ്വസിച്ചിരുന്നത്. എബ്രഹാം ഐസക്കിനെ ത്യാഗം ചെയ്തു. യൂദാസ് ഒറ്റിയ കാരണം ജീസസ് കുരിശി കയറി. എന്നാൽ എല്ലാവർക്കും അറിയുന്നൊരു സത്യമുണ്ട്. ജീസസ് ഉയർത്തെഴുന്നേൽക്കും. ഐസക്ക് മരിച്ചിട്ടില്ല, അവരുറങ്ങുകയാണ്. ആമൻ എന്നൊക്കെയാണ് അയാൾ കേൾക്കുന്ന ഓഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാർ നിർത്തുന്നു. നിർത്താന്ന് മാത്രമല്ല, ആ കാറിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ ശവശരീരമാണ് പുറത്തേക്കെടുക്കുന്നത്, പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിവെച്ച നിലയിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാസ്റ്റാണ്. കൊറിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മിസ്സിംഗ് കേസുകൾ. 3 വർഷം കൂടുമ്പോഴാണ് ഓരോ മിസ്സിംഗ് കേസ് ഉണ്ടാവുന്നത്. 2012, 2015, 2018 ആൻഡ് 2022 വരെ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ലീഡ് ചെയ്യുന്നത് ഓൾമൈറ്റി ചർച്ച് എന്നറിയപ്പെടുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിലോട്ടാണ്. അതിൻ്റെ ഹെഡ് ആരാന്നോ അവരുടെ ചർച്ച് എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഇതാണ് അവരുടെ സിമ്പൽ. അങ്ങനെ ഈ ഗ്രൂപ്പ് 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നു, ജിങ് സൂക്ക്. അവർക്കൊരു മകനുണ്ട്, ഏകദേശം 12 വയസ്സുള്ളൊരു മകൻ. അങ്ങനെ ആ മകൻ വളർന്ന് വലുതായി ഒരു പ്രീസ്റ്റ് ആവാൻ പോകുന്നു. അയാളുടെ പേരാണ് ഡവൂൺ. ഈ ഡവൂണിന് ഒരു അച്ഛനായിട്ട് മാറാൻ പല സൈഡിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ മിസ്സിംഗ് കേസായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അമ്മേനെ കാണാണ്ടായിട്ട് ഇന്നേക്ക് 13 വർഷമായി. സോ അതൊരു കിഡ്നാപ്പിംഗ് ആയിരുന്നോ അല്ലെങ്കിൽ കൾട്ട് ഗ്രൂപ്പിൽ അമ്മ ചേർന്നതാണോ ഒന്നും അറിയില്ല. ഈ സംശയങ്ങളെല്ലാം നിലകൊള്ളുന്നുകൊണ്ട് എതിർപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ജോണച്ചനായിരുന്നു. അങ്ങേരുടെ റെക്കമെൻഡേഷൻ കാരണം ബിഷപ്പ് അംഗീകരിക്കുന്നു. ഡവൂൺ ഒരു അച്ഛനായിട്ട് മാറുന്നു. അങ്ങനെ ജോൺ ഒരു ബ്രേസ്ലെറ്റും പേനയും അങ്ങേർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഡവൂൺ അച്ഛനായിട്ട് ചുമതലയേൽക്കുന്നു. അവൻക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മേനെയാണ്. അവരെപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനാ അങ്ങേർക്കിഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റിയുടെ മറ്റൊരു ഭാഗം കാണിക്കുന്നത്. ഇതാണ് ലീന. അവളൊരു പോലീസുകാരിയാണ് ആൻഡ് അവൾ പ്രഗ്നൻ്റ് ആണ്. ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ഈ സിറ്റിയിൽ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് അന്വേഷിക്കാനാ ലീന വന്നിട്ടുള്ളത്. ഇവിടെ മിസ്സായിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അവൻ്റെ അമ്മ മകനെ കാണാനില്ല എന്നും പറഞ്ഞ് മിസ്സിംഗ് പോസ്റ്ററുകൾ നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നാട്ടുകാർക്ക് സമയമില്ല. അങ്ങനെ ഈ സമയത്താണ് പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓൾമൈറ്റി ചർച്ചിന്റെ ക്യാമ്പുകൾ ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡവൂൺ ഈ സിറ്റിയിലെ പള്ളിയിൽ അച്ഛനായിട്ട് ചാർജ് എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കുമ്പസാരം. അച്ഛാ, എൻ്റെ പേര് ലീ ഹുജൂൺ. ബ്രദർ, പേര് പറയേണ്ട ആവശ്യമില്ല. താൻ എന്ത് തെറ്റാ ചെയ്ത്? അച്ഛാ, ദൈവം ഏതൊരു തെറ്റും ക്ഷമിക്കോ? തീർച്ചയായും ഞാനൊരാളെ കൊന്നു. സോറി, ഞാനല്ല, ഞങ്ങൾ.